ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ ലീഗുമായി സമസ്തയ്ക്കുണ്ടായിരുന്ന എതിരഭിപ്രായം, ലീഗ് നേരത്തെ സർക്കാരുമായി ലീഗാണ് സംസാരിച്ചിരുന്നത്. അങ്ങനെ ഒരു മാധ്യസ്ഥത്തിൻ്റെ ആവശ്യമില്ലാത്ത രീതിയിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സർക്കാരുമായി അടുക്കുന്നു. ഒരു ഫോൺ കോളിനപ്പുറം കാര്യങ്ങൾ നേടിയെടുക്കാവുന്ന ഒരു ബന്ധത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ആ ബന്ധമുണ്ടാകുന്നു. നേരത്തെ ശ്രീ കാരശ്ശേരി ചൂണ്ടിക്കാണിച്ചതുപോലെ പല കാര്യങ്ങളും ആ നിലയ്ക്ക് സമുദായത്തിന് നേടിയെടുക്കാവുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സർക്കാരുമായി ബന്ധമുണ്ടാക്കുമെന്നാണ് നേരത്തെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. ആ തരത്തിൽ ബന്ധമുണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ആ ബന്ധം അതിലപ്പുറം കടന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരഞ്ഞെടുപ്പ് സഹായമെന്ന മട്ടിലേക്ക് മാറുന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു പൊന്നാനിയിൽ. പക്ഷേ പൊന്നാനിയിൽ ഫലം മറിച്ചായി ഇതുവരെ കാണാത്ത ഭൂരിപക്ഷത്തിൽ അവിടെ സമാധാനം ജയിക്കുകയും ചെയ്തിരിക്കുന്നു. അതല്ലേ ഇപ്പോൾ ലീഗിന് ആത്മവിശ്വാസം കൂട്ടിയിരിക്കുന്നത്? ലീഗ് വിരുദ്ധ വിഭാഗത്തെ നിശബ്ദരാക്കാൻ പോകുന്ന ശേഷി ഇപ്പോൾ ലീഗിനുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇല്ല, ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമസ്തയിൽ നിന്നുള്ള ഈ ചെറിയ ഒരു വിഭാഗത്തിൻ്റെ ഭീഷണി യഥാർത്ഥത്തിൽ അവർക്ക് നേരിടാൻ ശേഷിയുണ്ട് എന്ന് ഇപ്പോൾ അല്ല, നേരത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങളിൽ അവർക്ക് ബോധ്യമുള്ളതാണ്. ഉദാഹരണത്തിന് നേരത്തെ 74 കാലത്ത് കേരളത്തിലെ ഏറ്റവും ശക്തമായ മുസ്ലിം സമുദായത്തിനകത്ത് പാരമ്പര്യമായിട്ട് വലിയ ശേഷിയുള്ള ആളുകളാണ് അന്ന് ലീഗിനെതിരായിട്ട് നിന്നത്. അഖിലേന്ത്യാ ലീഗ് എന്ന വീട്ടിൽ വന്നപ്പോഴും CKP ചെറിയ മമ്മൂക്ക ഉണ്ടായിരുന്നു. വളരെ ശക്തനായിട്ടുള്ള സമുദായ പ്രമാണിയായിരുന്നു ഈ കെ എന്ന് പറയുന്ന ആൾ. സയ്യിദ് ഉമർ ബാഫയ്ക്ക് തങ്ങളുണ്ടായിരുന്നു. വളരെ ശക്തനായിട്ടുള്ള അബ്ദുറഹ്മാൻ ബാഫ തങ്ങളുടെ സണ്ണിലോണ് അദ്ദേഹം, പെങ്ങളുടെ മകനാണ് അദ്ദേഹം. അങ്ങനെയുള്ള ബാബുഹാജിയെ പോലെ ആളുകളുണ്ടായിരുന്നു. അത്തരം കരുത്തരായിട്ടുള്ള സമുദായ പ്രമാണിമാർ പോലും ലീഗിനെതിരായിട്ട് അന്ന് നിന്ന സമയത്ത് യഥാർത്ഥത്തിൽ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധാനം മുസ്ലിം ലീഗിനാണ്. അത് മുസ്ലിം സമുദായത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ അങ്ങനെ ഒരു പാർട്ടിക്ക് ശേഷിയുണ്ട്, ആ പാർട്ടി ഒന്നിച്ചു നിൽക്കേണ്ടതാണ് എന്ന് ശക്തമായ വാദമുഖങ്ങൾ അന്ന് CH അടക്കമുള്ള ആളുകളാണ് കേരളത്തിന് മുമ്പിൽ വെച്ചത്. അതിലാണ് അവർ വിജയിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് വന്നതാണ് ഈ 87-89 കാലത്ത് കാന്തപുരത്തിൻ്റെ എതിർപ്പ്. കാന്തപുരം വളരെ ശക്തമായിട്ട് വന്നു. കാന്തപുരത്തിൻ്റെ ആളുകൾ സംഘടിതമായിട്ട് CPM-ന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. ഈ കുന്നമംഗലത്ത് പ്രദേശത്ത്, കാരന്തൂർ പ്രദേശത്തൊക്കെ അത് വളരെ വ്യക്തമായിരുന്നു. ബാലം വൈദ്യരടക്കം തെരഞ്ഞെടുപ്പിനകത്ത് കാന്തപുരത്തിൻ്റെ വളരെ ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ അങ്ങനെയൊക്കെ ആയിട്ടും ലീഗിനെ രാഷ്ട്രീയമായിട്ട് തകർക്കുന്നതിൽ കാന്തപുരത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ മണ്ണാർക്കാട്ട് ഷംസുദ്ദീനെ തകർത്ത് കളയും എന്ന് കാന്തപുരം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഷംസുദ്ദീൻ പാട്ടും പാടി ജയിച്ചു വരികയുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരാളായിട്ട് കാന്തപുരത്തിൻ്റെ കൂടി പിന്തുണയോട് കൂടിയാണ് ഇയാൾ ഹുസൈൻ രണ്ടത്താണിയെ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നു. 97 എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. ഏതായാലും ഹുസൈൻ രണ്ടത്താണി കാന്തപുരത്തിൻ്റെ കൂടി കാൻഡിഡേറ്റ് ആയിട്ടാണ് വന്നത്. പക്ഷേ ഹുസൈൻ രണ്ടത്താണി വിജയിക്കാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനകത്ത് മതപരമായ കാര്യങ്ങൾ ഒരു ഭാഗത്ത്, അതേസമയത്ത് രാഷ്ട്രീയ കാര്യങ്ങൾ മറ്റൊരു ഭാഗത്ത്, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, സീസർക്കുള്ളത് സീസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. അതേതാണ്ട് ആ മട്ടിൽ തന്നെയാണ് കേരളത്തിലെ, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങളും. രാഷ്ട്രീയമായ കാര്യങ്ങൾ അവർ വേറെ തന്നെയാണ് ആലോചിക്കുന്നത്. മതപരമായ കാര്യങ്ങൾ, സാമുദായികമായ കാര്യങ്ങൾ അവർ സെപ്പറേറ്റ് ആയിട്ട് ആലോചിക്കുന്നു. ഇത് രണ്ടും കൂട്ടിക്കലർത്തുന്ന ഒരു സംവിധാനം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ കൂട്ടിക്കലർത്താൻ എന്നൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അന്നൊന്നും അവർ വിജയിച്ചിട്ടുമില്ല. ഉമർ ഫൈസി മുക്കമെടുക്കുന്ന നിലപാടുകളെ ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് വേണ്ട മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ തരത്തിൽ ലീഗിനെ പൂർണ്ണമായും അകറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് സമസ്തയ്ക്ക് മുന്നോട്ട് പോകാനാകില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എത്തി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഉമർ ഫൈസി മുക്കം അങ്ങനെയല്ല. പലയിടത്തും പരസ്യ പ്രതികരണങ്ങൾ, പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സാദിഖ് അലി തങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യാനിരുന്ന മുഷാവറയാണ്. മുഷാവറ എന്ന് പറഞ്ഞാൽ CPM-ന് പൊളിറ്റ് ബ്യൂറോ എങ്ങനെയാണോ അതുപോലെയാണല്ലോ ഇവർക്ക് സമസ്തയ്ക്ക് മുഷാവറ, പണ്ഡിത സഭ. അവിടെ ഈ വിഷയം ചർച്ച ചെയ്യാനിരിക്കുന്നു. അവിടെ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഉമർ ഫൈസിക്കെതിരായ വിമർശനം ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഇരിക്കേണ്ട എന്ന് പറയുന്നു. പക്ഷെ അത് കേൾക്കാതെ അദ്ദേഹം തുടരുന്നു. അത് ബഹാവുദ്ദീൻ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓർമ്മിപ്പിക്കുന്ന ഘട്ടത്തിൽ ആണ് നിങ്ങളെപ്പോലുള്ള കള്ളന്മാരെ കേൾക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അതിലാണ് അപമാനത്തിനായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങി പോകുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരുമിച്ചിരുന്ന 2 പേരാണ് ഇപ്പോൾ 2 ആയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സമസ്തയിൽ പ്രതിഫലിക്കുക?
അല്ല, യഥാർത്ഥത്തിൽ ആ വിഷയം ഈ ഉമർ ഫൈസിയെ പോലുള്ള ആളുകൾ എന്താ പറയുക, നമ്മളിപ്പോൾ അതിനെ അമിതമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തെ വലിയ തോതിൽ കാണണ്ട. ഉമർ ഫൈസിക്ക് അത്തരത്തിലുള്ള അദ്ദേഹം മുഖത്തുള്ള രാഷ്ട്ര പണ്ഡിതരാണ്. അദ്ദേഹത്തിന് ഈ കേരളത്തിലോ മലബാറിലോ ഒന്നും വലിയ സ്വാധീനമൊന്നുമില്ല. പക്ഷേ തീർച്ചയായും CPM ആളുകൾ അദ്ദേഹത്തെ കൂടുതൽ ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവും. അവർ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ട് താനും. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അപ്പം സമസ്തയിൽ തന്നെ ലീഗിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ് ഈ ജിഫ്രി തങ്ങളൊക്കെ. ജിഫ്രി തങ്ങളുടെയൊക്കെ ലീഗിൻ്റെ ആളല്ല ജിഫ്രി തങ്ങൾ. അദ്ദേഹത്തിന് പിന്നെയും താല്പര്യമുള്ളത് കോൺഗ്രസിനോടാണെന്നാണ് എൻ്റെ വ്യക്തിഗതമായിട്ടുള്ള അറിവ്. അപ്പോൾ ആ തരത്തിൽ ഈ സമസ്തയ്ക്കകത്ത് ലീഗുമായിട്ടോ പാണക്കാട് തങ്ങന്മാരുമായിട്ടോ ബന്ധമില്ലാത്ത വ്യത്യസ്തമായിട്ടൊരു ധാരയുണ്ട്. ആ ധാരയിൽപ്പെട്ട ആളാണ് ഈ ജിഫ്രി തങ്ങൾ അടക്കമുള്ള ആളുകൾ. പക്ഷെ അവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ നിങ്ങൾ യു കാൻ പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ സിംഗിൾ ബാസ്ക്കറ്റ്. എല്ലാ മുട്ടയും ഒരു ബാസ്ക്കറ്റിൽ പൊട്ടിപ്പോവും. അതേമാതിരി അപ്പോൾ എല്ലാ പിന്തുണയും CPM കൊടുത്തു കഴിഞ്ഞാൽ നാളെ UDF വരുന്ന സമയത്ത് തങ്ങൾ വെള്ളത്തിലാവും എന്ന ബോധ്യം യഥാർത്ഥത്തിൽ ജിഫ്രി തങ്ങളടക്കമുള്ള ആളുകൾക്കുണ്ട്. അതുകൊണ്ട് ലീഗുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും കട്ട് ചെയ്യുക എന്നുള്ളത്, UDFുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും കട്ട് ചെയ്യുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഗുണവും ചെയ്യില്ല എന്ന് സമസ്തയിലെ തന്നെ ലീഗിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകൾക്ക് പോലും ധാരണയാണ്. അതുകൊണ്ടാവണം ജിഫ്രി തങ്ങളെ പോലുള്ള ആളുകൾ പിണറായിയുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്, നല്ല സംഗതി തന്നെ. പക്ഷേ പിണറായിയുമായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രം കേരളത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ബോധ്യം അവർക്കുണ്ട്. ഈ തരത്തിലുള്ളൊരു സങ്കീർണതയുണ്ട്. അപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഉമർ ഫൈസിയെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ വഴിയില്ല. അവർക്ക് CPM വഴിയുള്ള CPM സ്വാധീനിച്ചുകൊണ്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാണ്ട് സമുദായത്തിനകത്തോ സമസ്തയ്ക്കകത്തോ പോലുമോ അവർക്ക് വലിയൊരു ശക്തിയോ സ്വാധീനമോ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് അവർ രാഷ്ട്രീയമായ സ്വാധീനം വെച്ചുകൊണ്ട് ഒരു കളി കളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അധികകാലം അവർക്ക് വിജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, പാലക്കാട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പരസ്യം കൊണ്ടുവന്നു. ഈ 2 പത്രങ്ങളിലാണ്, സുപ്രഭാതത്തിലും പിന്നെ മറ്റേ കാന്തപുരത്തിൻ്റെ സിറാജിലുമാണ് ആ പരസ്യങ്ങൾ വന്നത്. ആ പരസ്യങ്ങളൊന്നും ഒരു തരത്തിലൊരു സ്വാധീനം ഉണ്ടാക്കിയില്ല എന്നുള്ളതിന് തെളിവാണല്ലോ പാലക്കാട്ട് ഏതാണ്ട് 5 ഇരട്ടി വോട്ടിന് UDF സ്ഥാനാർത്ഥി ജയിച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അമിതമായിട്ടുള്ള ഈ അവകാശവാദങ്ങൾ, ഞങ്ങൾക്ക് ഈ സമുദായത്തെ പിടിച്ചു നിർത്താൻ കഴിയും, ഞങ്ങളുടെ കൺട്രോളിലാണ് ഈ സമുദായം എന്നൊക്കെ പറയുന്നത് CPM സന്തോഷമുണ്ടാക്കും, ബന്ധപ്പെട്ട ആളുകൾക്ക് ചില ഗുണങ്ങളൊക്കെ കിട്ടും. എന്നതിനപ്പുറം സമുദായത്തിനകത്ത് ഇത് കാര്യമായ സ്വാധീനം ഇന്നുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഇനിയുള്ള കാലത്ത് ഉണ്ടാക്കാൻ പോകില്ല. മുൻകാല അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഇത്തരം കാര്യങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതെങ്ങനെ എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നാണ് എൻ്റെ അനുഭവം. കാരണം എല്ലാ തെരഞ്ഞെടുപ്പിലും വളരെ കൃത്യമായിട്ടുള്ള, വളരെ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയുള്ള, വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. പക്ഷേ അതിന് മുമ്പ് അവർ LDF അതേ ആളുകൾ തന്നെ LDF വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെ വളരെ കൃത്യമായിട്ട് അതാത് സമയത്ത് തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നതിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും വളരെ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട്. അതിന് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും തങ്ങൾ പറഞ്ഞാലും ശരി, ഏതെങ്കിലും മറ്റ് ഫൈസിമാർ വന്ന് പറഞ്ഞാലും ശരി, അവരതങ്ങനെ തൊണ്ട തൊടാതെ വിഴുകുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ. ഒരു കാര്യം കൂടി ശ്രീ NP ചക്കുട്ടി, അങ്ങനെയെങ്കിൽ ഉമർ ഫൈസിക്കെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യം ലീഗ് ഉറപ്പിച്ച് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന്മേൽ എന്ത് തീരുമാനമുണ്ടാകും സമസ്തയിൽ? എനിക്ക് തോന്നുന്നത് ഉമർ ഫൈസി ഈസ് ഫൈറ്റിംഗ് എ ലൂസിങ് ബാറ്റിൽ. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ അധികം ആളുകളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ചില ആളുകളുടെ പേരൊക്കെ പറയുന്നുണ്ട്. നേരത്തെ മുസ്തഫ ബുണ്ടവാറെ പോലുള്ള ആളുകൾ, സത്താർ പന്താവൂരിന്, ഇങ്ങനെ ചില ആളുകളുടെ പേരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ യഥാർത്ഥത്തിൽ സമസ്തയുമായിട്ട് ഒരു ശക്തമായിട്ട് ഏറ്റുമുട്ടലിന് ലീഗ് നേതൃത്വം തയ്യാറാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സമസ്തയിലെ ഈ വിഭാഗത്തെ ശക്തമായിട്ട് നടപടി എടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ, അങ്ങനെ ഒരു നിലപാടിലേക്ക് സാദിഖ് അലി തങ്ങളടക്കമുള്ള ആളുകൾ ഒരു പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ ഉമർ ഫൈസിക്കെതിരായിട്ടുള്ള നടപടി വരാനാണ് സാധ്യത. അത് ഒഴിവാക്കി നിർത്താൻ അവർ കഴിയില്ല. കാരണം വളരെ കൃത്യമായിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് വന്നിരിക്കുന്നത്. ഒരു നിലയ്ക്കും സമുദായത്തിനകത്ത് അദ്ദേഹത്തോട് യോജിപ്പുള്ള ആളുകൾക്ക് പോലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടുകളാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്, നടപടികളാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അതൊന്നും ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് സാധാരണ നിലയിൽ ജനാധിപത്യ ബോധമുള്ള, നീതിബോധമുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ അത് ചെലവാകും എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. തീർച്ചയായും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.